മൊബൈൽ ഫോണിൻ്റെ രാജകീയ വരവോടെ അകാലത്തിൽ പൊലിഞ്ഞ ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനമാണ് പേജറുകൾ. പുതുതലമുറ പേജർ കണ്ടിട്ടുണ്ടാവില്ല. പേജറിലൂടെ SMS പോലെ സന്ദേശം കൈമാറാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ലെബനനിൽ പേജറുകൾ പൊട്ടിത്തെറിച്ചെന്ന വാർത്ത വന്നതോടെയാണ് ഈ നിരുപദ്രവകാരിയായ ഉപകരണം വീണ്ടും ചർച്ചയായത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൻ്റെ തെക്കൻ പ്രദേശമായ ദഹിയയിലും കിഴക്കൻ ബെക്ക താഴ്വരയിലുമാണ് സ്ഫോടനം നടന്നത്. ഇറാൻ്റെ പിന്തുണയുള്ള സായുധ സംഘടന ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളാണ് ഈ പ്രദേശങ്ങൾ. ഏകദേശം 1 മണിക്കൂർ നേരം സ്ഫോടനം തുടർന്നതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. നൂറുകണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. SMS പോലെ സന്ദേശം മാത്രം കൈമാറാൻ കഴിയുന്ന പേജറുകൾ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത്? ഒരു കോൾ പോലും വിളിക്കാൻ പറ്റില്ല. അതിനൊരു കാരണമുണ്ട്. പേജറിൽ ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷനും മറ്റും കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല. ഇക്കാരണത്താലാണ് ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകൾ ആശയവിനിമയത്തിന് ഇപ്പോഴും പേജറുകൾ ഉപയോഗിക്കുന്നത്. പൊട്ടിത്തെറിച്ച പേജറുകൾ സമീപമാസങ്ങളിലാണ് ഹിസ്ബുള്ള ഉപയോഗിച്ച് തുടങ്ങിയത്. പുതിയ മോഡലാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലൊക്കേഷനും നീക്കങ്ങളും മറ്റും ഇസ്രായേൽ കണ്ടുപിടിക്കുമെന്നതിനാൽ ഹിസ്ബുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കിയിരുന്നു. മാത്രമല്ല, കുറഞ്ഞ സാങ്കേതിക വിദ്യയുള്ള പേജറുകളാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത്. താരതമ്യേന ചെറിയ സ്ഫോടനങ്ങളാണ് ഉണ്ടായതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. പേജർ ഉപയോഗിക്കുന്ന വ്യക്തിക്കോ അതിനടുത്ത് നിൽക്കുന്ന ആൾക്കോ മാത്രമാണ് മരണം സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുള്ളത്. വിരലുകൾക്കും പേജർ സൂക്ഷിച്ചിരുന്ന ഭാഗത്തു മാത്രമാണ് പലർക്കും പരിക്കേറ്റത്. പേജറുകളിലെ സന്ദേശം വായിച്ചുകൊണ്ടിരുന്നവരുടെ മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല, സ്ഫോടനങ്ങൾ വലിയ നാശനഷ്ടങ്ങൾക്കോ തീപിടുത്തത്തിനോ കാരണമായിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സ്ഫോടനങ്ങളുടെ കാരണം കണ്ടെത്താൻ സുരക്ഷാ ശാസ്ത്രീയ അന്വേഷണം ആരംഭിച്ചെന്ന് ഹിസ്ബുള്ള അറിയിച്ചു. ബാറ്ററികൾ പൊട്ടിത്തെറിച്ചതും അമിത ചൂടും സ്ഫോടന കാരണമായി വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജറുകളുടെ ബാറ്ററി ചൂടുപിടിച്ച് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ഇസ്രായേൽ ഹാക്കിംഗ് നടത്തിയെന്ന ആരോപണവും അതിനിടെ ഉയരുന്നുണ്ട്. പേജറുകൾ ഹിസ്ബുള്ളയുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് വളരെ ചെറിയ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച പേജറുകളെ റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് വിദൂരമായി പ്രവർത്തിപ്പിച്ചതാകാനും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പേജറുകളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരം. ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേജറുകളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്രയും വിപുലമായ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പിന്തുണ ഇസ്രായേലിന് കിട്ടിയിരിക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണെങ്കിൽ അതിനായി അവരുടെ ചാരസംഘടനയായ മൊസാദ് പേജറുകളുടെ ഉൽപ്പാദന വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടാകാം എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവം വലിയ സുരക്ഷാ വീഴ്ചയായാണ് ഹിസ്ബുള്ള കാണുന്നത്. എന്നാൽ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. അതിനിടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. 3000-ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ 200 പേരുടെ നില ഗുരുതരമായി തുടരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു.